നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പ്രബല മുന്നണികളായ UDF-നും LDF-നും നിർണായകം തന്നെയാണ്. ഏതു വിധേനയും ജയിച്ചേ മതിയാകൂ, 3.0 ആവർത്തിക്കണം, തുടർ ഭരണം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം എണ്ണയിട്ട യന്ത്രം പോലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന CPM-ന്റെ അവലോകന യോഗത്തിലും 73 സീറ്റിലധികം നേടി അധികാരത്തിൽ വരും LDF എന്ന് തന്നെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പിന് മുൻപ് 90-ലധികം സീറ്റുകൾ നേടി ഇടതുപക്ഷം അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ MV ഗോവിന്ദൻ പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന CPM-ന്റെ സംസ്ഥാന സമിതിയിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടത്. വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ കൃത്യമായി കിട്ടിയതിനു ശേഷം ഒരുപക്ഷെ ഇതിലും കൂടുതൽ സീറ്റുകൾ കൂടാം എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വീണ്ടും രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ക്രമാതീതമായ സീറ്റ് വർധനവുണ്ടായിരുന്നു. ഏതാണ്ട് 99 സീറ്റാണ് നേടിയത് എന്നാണ് ഓർമ്മ. എന്നാൽ ഇക്കുറി അത് 73 സീറ്റിലേക്ക് ഒതുങ്ങും. എന്നാലും ഭരണം കിട്ടും, തുടർ ഭരണം കിട്ടും, 3.0 ആവർത്തിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വീണ്ടും CPM കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. എന്നാൽ ഇത് വെറും പുറം പൂച്ചു മാത്രമാണ്, അല്ലെങ്കിൽ ഉണ്ടയില്ലാ വെടിയാണ് എന്നാണ് ഇടതുപക്ഷത്തിന്റെ നേതാക്കളുടെ ഈ ജൽപ്പനങ്ങളെ കളിയാക്കിക്കൊണ്ട് UDF കേന്ദ്രങ്ങളിൽ നിന്നും വന്ന തിട്ടൂരങ്ങൾ. 100 സീറ്റിലധികം, അതായത് 100 സീറ്റ്, 102 സീറ്റിനും 110 സീറ്റിനും ഇടയിൽ സീറ്റുകൾ നേടി കേരളത്തിൽ UDF മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് UDF കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇത് തന്നെയാണ് പറഞ്ഞത്. 100-ലധികം സീറ്റുകൾ നേടി കേരളത്തിൽ അധികാരത്തിലെത്തും. ഇനി UDF-ന് ഈ കുറി കേരളത്തിൽ അധികാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. അതെന്ത് തന്നെയായാലും രണ്ട് മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. മെയ് 4-ാം തീയതിയാണ് വോട്ടെണ്ണൽ ഉണ്ടാവുക. അതുവരെയും വാദപ്രതിവാദങ്ങളും വാഗ്വാദങ്ങളും വിജയപ്രതീക്ഷയുമായി രണ്ട് മുന്നണികളും മുന്നോട്ട് പോകുന്നു. എന്നാൽ അതിനെല്ലാം വിപരീതമായി ഇപ്പോൾ PV അൻവറിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ബേപ്പൂരിൽ നിയുക്ത MLA PV അൻവറിന് സ്വാഗതം എന്നുള്ള ഒരു ഫ്ലക്സ് ബോർഡ് ഉയർത്തിയിരിക്കുന്നു. വോട്ടെണ്ണിയിട്ടില്ല, കേരളം വിധിയെഴുതിയത് ആർക്ക് അനുകൂലമാണ് എന്നുള്ള ഊഹാപോഹങ്ങൾ മാത്രമാണ്. അതിനിടയിലാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ബേപ്പൂരിൽ നിന്ന് മത്സരിച്ച PV അൻവർ വിജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ബേപ്പൂരിൽ കടലുണ്ടിയിലും മണ്ണൂരിലുമായി PV അൻവറിന് അനുകൂലമായി പ്രവർത്തകർ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിയിരിക്കുന്നത്. UDF-ന് അനുകൂലമായി കേരളത്തിൽ ഒരു വിധിയെഴുത്തുണ്ടായിരിക്കുന്നു എന്ന് വിവിധ സർവേകൾ സൂചിപ്പിക്കുമ്പോഴും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും എന്നാണ് CPM ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ വരുന്നത്. PV അൻവറിന്റെ അനുഗ്രഹാശിസുകളോട് കൂടി തന്നെയാണോ ഇത്തരം ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നത് എന്നറിയില്ല. തളിപ്പറമ്പിലും ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു നേരത്തെ. അതായത് നിയുക്ത MLA ആയ TK ഗോവിന്ദന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് തളിപ്പറമ്പിൽ ഒരു ഫ്ലക്സ് ഉയർന്നത്. തളിപ്പറമ്പും ബേപ്പൂരുമെല്ലാം ഇക്കുറി നിയമസഭാ മത്സരത്തിൽ ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന മണ്ഡലമാണ് ബേപ്പൂര്. കഴിഞ്ഞ 30 വർഷമായി ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന ബേപ്പൂരിൽ ഇക്കുറി നാടിനെ മാറ്റിമറിക്കാൻ നാട്ടുകാരൻ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് PV അൻവർ മത്സര രംഗത്തേക്ക് എത്തിയത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 28,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ബേപ്പൂരിൽ നിന്ന് മുഹമ്മദ് റിയാസ് ജയിച്ചു കയറിയത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 തവണയും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് തന്നെയായിരുന്നു ജയിച്ചത്. ഇക്കുറി അതെല്ലാം മാറി മറിയും. നാടിനെ മാറ്റാൻ നാട്ടുകാരനായ PV അൻവർ എത്തുന്നു എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനോട് മത്സരിക്കുവാൻ UDF-നോട് ആ മണ്ഡലം ചോദിച്ചു വാങ്ങി അംഗത്തിനിറങ്ങിയ PV അൻവർ തന്നെയായിരിക്കും ബേപ്പൂരിൽ ജയിച്ചു കയറുക എന്നുള്ളൊരു കിംവദന്തി തന്നെയാണ് ഇപ്പോൾ പരക്കുന്നത്. അതിന്റെ ഫലമായി തന്നെ എന്നോണം തന്നെയാണ് ഇപ്പോൾ മണ്ണൂർ കടലുണ്ടി ഭാഗത്ത് PV അൻവറിന് അനുകൂലമായി, അതായത് നിയുക്ത MLA PV അൻവറിന് സ്വാഗതം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ബോർഡുകൾ ഉയരുന്നത്. എന്നാൽ ഇത് 2 ബോർഡുകൾ മാത്രമാണ് ഇപ്പോൾ വരുന്നത്. ഇനിയും ബോർഡുകൾ ഉയരും എന്ന ഒരു രീതിയിൽ തന്നെയാണ് കടലുണ്ടിയിലും മണ്ണൂരിലുമുള്ള പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ. എന്തായാലും ഇത് അമിത ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഇടത് ക്യാമ്പുകളും ചൂണ്ടിക്കാണിക്കുന്നു. തളിപ്പറമ്പിൽ CPM-ലെ 60 വർഷത്തെ പാരമ്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് ആണ് TK ഗോവിന്ദൻ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തളിപ്പറമ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി അവിടെ രംഗത്ത് വന്നത്. MV ഗോവിന്ദൻ തുടർച്ചയായി ജയിച്ചു കയറിയ മണ്ഡലമായ CPM-ന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ നിന്നും വീണ്ടും MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി മാറിയപ്പോൾ MV ഗോവിന്ദന്റെ പിൻഗാമിയായി കുടുംബത്തിലെ ഒരംഗമായ അല്ലെങ്കിൽ MV ഗോവിന്ദന്റെ ഭാര്യയെ തളിപ്പറമ്പിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് തളിപ്പറമ്പ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അടക്കം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് MV ഗോവിന്ദൻ പിണറായി വിജയനിലുള്ള സ്വാധീനം നിമിത്തം ഭാര്യയെ അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുകയായിരുന്നു. ഇതിൽ രോഷം പൂണ്ട TK ഗോവിന്ദൻ അടക്കമുള്ള ആളുകളാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി UDF-ന്റെ സ്ഥാനാർത്ഥിയായി തളിപ്പറമ്പിൽ മത്സരിച്ചത്.
നിയുക്ത MLA ടി കെ ഗോവിന്ദന് സ്വാഗതം എന്നുള്ള ഫ്ലക്സ് അവിടെ ഉയരാൻ കാരണം ഇത്തരത്തിലുള്ള പാർട്ടിയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ടി കെ ഗോവിന്ദൻ അടക്കമുള്ള ചില ആളുകളും തമ്മിൽ നേർക്കുനേർ നടന്ന പോരാട്ടം തന്നെയാണ്. അതെന്ത് തന്നെയായാലും ബേപ്പൂരിൽ PV അൻവറിന് വിജയം ഉറപ്പിച്ചിരിക്കുന്നു UDF അണികൾ. അതുകൊണ്ട് തന്നെയാണ് നിയുക്ത MLAക്ക് സ്വാഗതം എന്നുള്ള ബോർഡുകൾ തങ്ങൾ വച്ചത് എന്നാണ് അവർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും തനിക്ക് ബേപ്പൂർ നിവാസികൾ തനിക്ക് നൽകുന്ന പിന്തുണ തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നാണ് PV അൻവറും ഫ്ലക്സ് വിവാദത്തെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ പറഞ്ഞത്. എന്നാൽ വികസനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് താൻ ബേപ്പൂരിൽ വോട്ട് തേടിയത് എന്ന് മുഹമ്മദ് റിയാസ് പറയുമ്പോൾ കഴിഞ്ഞ തവണയുണ്ടായ 28,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഇക്കുറി വർദ്ധിക്കും, കേരളം CPM-ന്റെ വികസന മുന്നേറ്റത്തിന് വോട്ട് ചെയ്യും, തന്നെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസും പറയുന്നത്. എന്തായാലും ബേപ്പൂരിൽ തീപാറുന്ന മത്സരമായിരിക്കും എന്ന് ഇടത് വലത് മുന്നണികൾ ഒരുപോലെ പറയുമ്പോഴാണ് ഇപ്പോൾ നിയുക്ത MLA ആയ PV അൻവറിന് സ്വാഗതം ഓതിക്കൊണ്ട് കടലുണ്ടി മണ്ണൂർ ഭാഗത്ത് ഫ്ലക്സുകൾ ഉയരുന്നത്. മെയ് 4-ാം തീയതിക്ക് ശേഷം ഈ ഫ്ലക്സുകൾ കൂടുതൽ PV അൻവറിന് അനുകൂലമായി ഉയരുമോ, അതോ ഇപ്പോൾ PV അൻവറിന് നിയുക്ത MLAക്ക് സ്വാഗതം എന്ന് കാണിച്ചുകൊണ്ട് ഫ്ലക്സ് വെച്ച ആളുകളെല്ലാം ലജ്ജിത്ത് ചരതാഴ്ത്തുമോ, മുഹമ്മദ് റിയാസ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും ഇക്കുറി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും, അതായത് LDF-നും UDF-നും ഇക്കുറി 2026 നിയമസഭാ പോരാട്ടം നിർണായകം തന്നെയാണ്. ഏത് വിധേനയും ജയിച്ച് 3.0 ആവർത്തിച്ച് തുടർഭരണം നേടേണ്ടത് പിണറായി വിജയന്റെയും LDF-ന്റെയും വലിയ അഭിമാന പ്രശ്നം തന്നെയാകുന്നു. 10 വർഷത്തെ ഭരണമില്ലായ്മയിൽ നിന്നും വീണ്ടും CPM-നെ തുരത്തി UDF-ന് അധികാരം കൈവരിക്കേണ്ടത് കോൺഗ്രസിന്റെയും UDF-ന്റെയും അഭിമാന പോരാട്ടമായി മാറുന്നു. ആര് ജയിക്കും ആര് വീഴും എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും നിയുക്ത MLA PV അൻവറിന് സ്വാഗതം എന്ന് ഫ്ലക്സ് വച്ചവർ വീണ്ടും മെയ് 4-ാം തീയതി കഴിയുമ്പോൾ കൂടുതൽ ഫ്ലക്സ് നിയുക്ത MLA എന്ന് വെച്ച PV അൻവറിന് അനുകൂലമായി വീണ്ടും ബോർഡ് വയ്ക്കുമോ, അതോ മുഹമ്മദ് റിയാസിന് അനുകൂലമായി ബേപ്പൂർ വിധി എഴുതിയിട്ടുണ്ടാകുമോ എന്നുള്ളതെല്ലാം 4-ാം തീയതി നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.